നമ്മളിന്ന് നേഷ്യ 2 മൂവിയുടെ പാർട്ട് 2 വീഡിയോ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. പാർട്ട് 1 വീഡിയോ കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. തൻ്റെ രണ്ടാമത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായി മലരാക്ഷസിയുടെ അടുത്തെത്തിയ നേഷ്യ അവളെ കൈ കിട്ടുന്ന സാധനം കൊണ്ടെല്ലാം എടുത്തിട്ട് അടിക്കുന്നു. അവസാനം ഒറ്റയിടിയിൽ തന്നെ അവളെ ഇടിച്ച് പൊടിയാക്കി കളയുന്നു. എന്നാൽ പിന്നീടാണ് അത് അവളുടെ ശരിക്കുമുള്ള രൂപമല്ല എന്ന് മനസ്സിലാവുന്നത്. അവളൊരു വലിയ മലയുടെ സൈസിൽ രൂപമെടുത്ത് നേഷ്യയെ ആക്രമിച്ചതും യൂസോയുടെ ആൾക്കാർ അവന്റെ അടുത്തില്ലാത്തത് കൊണ്ട് തന്നെ അവന്റെ മുഴുവൻ പവർ ഉപയോഗിച്ച് അവളെ തിരിച്ചാക്രമിക്കുന്നു. അങ്ങനെ അല്പനേരത്തിനുള്ളിൽ തന്നെ അവന്റെ പവർ ഉപയോഗിച്ച് അവളെ കീഴ്പ്പെടുത്തുന്നു. അങ്ങനെ മൂന്നാമത്തെ ലെവലും കംപ്ലീറ്റ് ചെയ്ത നേഷ്യ നേരെ യൂസോയുടെ അടുത്തേക്ക് ചെല്ലുന്നു. 3 ലെവലും കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ യൂസോ നേഷ്യയെ അഭിനന്ദിച്ചിട്ട് ആ പാലസിനടിയിലെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് നിനക്ക് ഇവിടെ ഉള്ളതിൽ ഏതെങ്കിലും ഒരു മാജിക്കൽ തിങ് എടുക്കാമെന്ന് പറയുന്നു. നേഷ്യയും തനിക്ക് ആ മാന്ത്രിക ജലം മതി എന്ന് പറഞ്ഞതും യൂസോ അവന് ആ മാന്ത്രിക ജലം എടുത്തു കൊടുക്കുന്നു. പക്ഷെ അത് നേരെ ചെന്ന് തായുടെ കൈ കൊടുത്തതും തായ് അത് ആ താമരയുടെ മുകളിൽ ഒഴിച്ചതും വാടിപ്പോയ താമരയ്ക്ക് ജീവൻ വെക്കുന്നു. അങ്ങനെ വീണ്ടും തായ് ആവോബിനെ ആ താമരയ്ക്കുള്ളിൽ വെച്ച് അവന് വേണ്ട ശരീരം ഉണ്ടാക്കുവാൻ വേണ്ടി തുടങ്ങുന്നു. ഞാൻ നിന്റെ വാക്ക് പാലിച്ചു, നിനക്ക് നിന്റെ ശരീരം തന്നു, ഇനി എന്റെ പുറകെ വരരുത് എന്ന് പറഞ്ഞ നേഷ്യ തന്റെ കുടുംബത്തെ ജനങ്ങളെയും കൊന്ന ഡ്രാഗൺ ഇനത്തെ തന്നെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു. ഈ സമയം യൂസോ തന്റെ അരമനയ്ക്കുള്ളിലെ ഒരു വലിയ ജാടി എടുത്ത് തന്റെ വലിയ പടയും സജ്ജമാക്കി ഡ്രാഗൺ പാലസിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് ആ ഒരു ജാടി പല ഭാഗങ്ങളായി തിരിച്ച് കടലിനുള്ളിലേക്ക് ഇറക്കിയതും എന്തോ പ്രശ്നം നടക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയ ഡ്രാഗൺ കിങ് പുറത്തു വന്ന് നോക്കിയതും യൂസോ തന്റെ വലിയ പടയുമായി വന്ന് നിൽക്കുന്നത് കാണുന്നു. എന്താ യൂസോ, എന്താ പ്രശ്നം? ഓ, നിനക്കൊന്നും അറിയില്ല അല്ലേ, നീയാണ് ലീജിങ്ങിന്റെ രാജ്യം നശിപ്പിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്ത്, ലീജിങ്ങിന്റെ രാജ്യം നശിച്ചെന്നോ? എന്താ നീ അഭിനയിക്കുവാണോ? നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങളെല്ലാവരെയും ഈ മന്ത്രജാടിക്കുള്ളിലാക്കി കൊല്ലാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞതും ആ മന്ത്രജാടിയുടെ പല ഭാഗങ്ങളും ഡ്രാഗൺ പാലസിന്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. കണ്ട ഡ്രാഗൺ കിങ് തന്റെ വാളുമായി യൂസോയുടെ നേരെ വന്നതും ഊളിയാങ്ങും അവന്റെ കൂടെയുള്ള ആ ലേഡിയും വന്നിട്ട് ഡ്രാഗൺ കിങ്ങിനെ തടയുന്നു. പിന്നീട് നടക്കുന്നത് അവർ തമ്മിലുള്ള ഫൈറ്റ് ആണ്. ഡ്രാഗൺ കിങ് ആണെങ്കിൽ അവർക്ക് തടയാൻ പോലും കഴിയാത്ത രീതിയിലാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഒരു ഘട്ടത്തിൽ ഡ്രാഗൺ കിങ് അവരെ തോപ്പിക്കുമെന്നായപ്പോൾ ആ സമയം നേഷ്യ വന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഡ്രാഗൺ കിങ്ങുമായി ഫൈറ്റ് ചെയ്യുന്നു. ഈ സമയം ഡ്രാഗൺ പാലസിനുള്ളിൽ അവരെ നിയന്ത്രിക്കാൻ ഡ്രാഗൺ കിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡ്രാഗൺ കിങ്ങിന്റെ സഹോദരങ്ങൾ ഇതാണ് പറ്റിയ സമയം, നമ്മളെല്ലാവരും ഒരുമിച്ച് ശ്രമിച്ചാൽ ഈ നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാമെന്ന് അവിടെ ബന്ധുക്കളായിരിക്കുന്ന മോൺസ്റ്റേഴ്സിനോട് പറയുന്നു. ഇത് കേട്ട് മോൺസ്റ്റേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഡ്രാഗൺ പാലസിന്റെ നടുവിൽ ഒരു വലിയ തൂണുണ്ട്. ശരിക്കും ആ തൂണിലാണ് ഇവരുടെ ചങ്ങലകളൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നത്. ആ തൂണ് എല്ലാവരും കൂടി ഒരുമിച്ച് എടുത്ത് പൊക്കാൻ തുടങ്ങുന്നു. എന്നാൽ ഈ സമയം യൂസോ ആ ഡ്രാഗൺ പാലസ് മുഴുവനായും ആ ജാടിക്കുള്ളിലേക്ക് ആക്കുന്നു. നേഷ്യയാണെങ്കിൽ നീയൽ എന്റെ അച്ഛനും അമ്മനും കൊന്നേ, നിന്നെ ഞാൻ വെറുതെ വിടില്ലാടാ എന്ന് പറഞ്ഞ് തന്റെ മുഴുവൻ പവറും എടുത്ത് ഡ്രാഗൺ കിങ്ങിനെ അറ്റാക്ക് ചെയ്തു. ഡ്രാഗൺ കിങ് തെറിച്ചു പോയി കറക്റ്റ് ആ ജാടി അടക്കുന്നതിന് തൊട്ട് മുമ്പ് ആ ചെറിയ ഗ്യാപ്പിനുള്ളിലൂടെ പോയി ഡ്രാഗൺ പാലസിനുള്ളിലേക്ക് വീഴുന്നു. കൊള്ളാം മോനെ, നല്ല കാര്യം നീ ചെയ്തത്. നിനക്കുണ്ടായ നഷ്ടങ്ങൾക്കെല്ലാം വേണ്ടി ഇവരെല്ലാവരെയും ഞാൻ കൊന്ന് നല്ല പവർഫുൾ ആയിട്ടുള്ള മരുന്നുകൾ ഞാൻ ഉണ്ടാക്കുന്നതായിരിക്കും. പെട്ടെന്ന് നേഷ്യയ്ക്ക് തന്റെ അച്ഛന്റെ അമ്മയുടെ ഓർമ്മകൾ അവന്റെ ഉള്ളിലേക്ക് വരികയാണ്. അവർ അവനോട് സംസാരിക്കുന്നതൊക്കെ ആയിട്ട് അവന് തോന്നുകയാണ്. എന്നാൽ ആ ശബ്ദം അവൻ്റെ അടുത്തേക്ക് വരുന്നതായിട്ട് അവന് തോന്നുകയാണ്. നോക്കുമ്പോൾ അതവൻ്റെ ശരിക്കുള്ള അച്ഛനും അമ്മയായിരുന്നു. എൻ്റെ ദൈവമേ, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചോന്ന് ഓർത്ത് ഞാൻ എത്രത്തോളം വിഷമിച്ചെന്നറിയോ എന്ന് പറഞ്ഞ് തൻ്റെ അച്ഛനും അമ്മേനും കെട്ടിപ്പിടിച്ച് നേഷ്യ പൊട്ടിക്കരയാണ്. എന്നിട്ട് നേഷ്യയുടെ അച്ഛൻ, നിങ്ങളൊക്കെ വിചാരിക്കും പോലെ നമ്മുടെ നാട് ഇല്ലാണ്ടാക്കിയത് ആ ഡ്രാഗണിങ് അല്ല, നമ്മളൊക്കെ നല്ലവനാണെന്ന് വിചാരിച്ച യൂസോയാണ്. ഇപ്പോൾ ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് കാണിക്കുകയാണ്. തനിക്കുണ്ടായിരുന്ന ഒരു സഹോദരൻ മരിച്ചുപോയല്ലോ എന്നോർത്ത് ഷെൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു മരം പോലെ തോന്നിക്കുന്ന വിചിത്രമായൊരു ഡ്രാഗൺ വന്ന് അവരെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ കറക്റ്റ് സമയത്ത് പുറത്തു വന്ന ഡ്രാഗണിങ്ങിന്റെ സഹോദരങ്ങൾ ആ ഡ്രാഗനെ അറ്റാക്ക് ചെയ്ത് അതിനെ ഇല്ലാണ്ടാക്കിയതും അതിന്റെ പുറകിൽ യൂസോ ആയിരുന്നു എന്ന് അവർക്ക് മനസ്സിലാവുന്നു. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു അത് നീയായിരിക്കുമെന്ന്. എന്റെ അനിയന്റെ ശരീരത്ത് ദേവന്മാർ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരം അമ്പിന്റെ അടയാളം ഞാൻ കണ്ടിരുന്നു. അവരിൽ നിന്നും അങ്ങനെ ഒരു നീക്കം ഉണ്ടാണെങ്കിൽ അത് നീ അറിയാതിരിക്കില്ല എന്ന് എനിക്കറിയാം. വരാൻ പോകുന്ന സ്വർഗത്തിന് വേണ്ടിയുള്ള യുദ്ധത്തിനായി അളവില്ലാത്ത അത്ര ശക്തികൾ നൽകുന്ന മാന്ത്രിക മരുന്നുകൾ ഉണ്ടാക്കുവാൻ വേണ്ടി ഡ്രാഗൺ പാലസിലുള്ള ഡ്രാഗനെ മോൺസ്റ്റേഴ്സിനെല്ലാം കൊന്ന് അവരെ ഉപയോഗിച്ച് ആ മരുന്നുണ്ടാക്കാൻ വേണ്ടിയല്ലായിരുന്നു നിന്റെ പ്ലാൻ? അതിനുവേണ്ടി തന്നെയല്ലേ ഈ നാട് മൊത്തം നശിപ്പിച്ച് ആ ദൈവങ്ങളുടെ മുന്നിൽ ഡ്രാഗൺ ഇനത്തെ മൊത്തം നീ വില്ലന്മാരാക്കിയത്? നീ പറഞ്ഞതെല്ലാം ശരിയാ, എന്നാൽ ഇപ്പോൾ സ്വർഗത്തിലെ ദൈവങ്ങളെല്ലാം ഇവിടെയില്ല. അവർ വരുന്നതിന് മുന്നേ തന്നെ നിങ്ങളെ എല്ലാവരെയും ഈ നിമിഷം തന്നെ ചുട്ടി ചാമ്പലാക്കാൻ എന്നെ കൊണ്ട് കഴിയും എന്ന് പറഞ്ഞതും ഡ്രാഗണിന്റെ സഹോദരങ്ങളെല്ലാം ചെന്ന് യൂസോയുടെ കൂടെ ചേരുന്നു. ഞങ്ങളെ സ്വതന്ത്രരാക്കി നിങ്ങളുടെ കൂടെ കൂട്ടുവാണെങ്കിൽ ഈ നാട് ഞങ്ങൾ തന്നെ നശിപ്പിച്ചോളാം എന്ന് പറഞ്ഞതും യൂസോ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. എടാ ദുഷ്ടന്മാരെ, ഇത്ര നാളും കൂടെ നിന്നിട്ട് ചതിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഷെൻ തന്നെ കൊണ്ട് അവരെ മൊത്തം എതിർത്ത് നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി നേഷ്യയുടെ അച്ഛനും അമ്മേനും കൂട്ടി അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നു. എന്നാൽ ഒന്നും അറിയാത്ത ആ പാവം ജനങ്ങൾ ആ തീയിൽ ചുട്ടുകരിഞ്ഞില്ലാണ്ടായി പോകുന്നു. അങ്ങനെ സത്യങ്ങളെല്ലാം അറിഞ്ഞ നേഷ്യ മോൺസ്റ്റർ ഹണ്ടറുമായി യുദ്ധത്തിന് പോകുന്നു. മറ്റു സമയത്ത് തന്നെ എത്തിയ ആവോബിനും മര്യാദയ്ക്ക് എന്റെ അച്ഛനെ വിട് എന്ന് പറഞ്ഞ് നേഷ്യയ്ക്കൊപ്പം ഫൈറ്റിൽ കൂടുന്നു. ഇതേ സമയം തന്നെ ഡ്രാഗൺ കിങ്ങിന്റെ സഹോദരങ്ങളും പോർട്ടൽ വഴി അവിടേക്ക് വരുന്നു. ഡ്രാഗൺ പാലസിലെ ഡ്രാഗൺസും മറ്റു മോൺസ്റ്റേഴ്സും
എന്നിട്ടും താങ്കളെ അവർ ഉപയോഗിക്കുകയായിരുന്നു എന്നറിഞ്ഞ് ഡ്രാഗൺ കിങ്ങിനോട് ക്ഷമ ചോദിക്കുന്നു. പോർട്ടൽ വഴി വന്ന ഡ്രാഗൺസിനെ ആവോബിയും നേഷയും നേരിടുന്നു. അതുപോലെ ഇതിന്റെ ഫൈറ്റ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ കിഡിലനാണ്. അതുകൊണ്ട് അധികം ഒന്നും ഞാൻ ഇതിൽ കാണിച്ച് സ്പോയിൽ ചെയ്യുന്നില്ല. നിങ്ങൾ ഇതൊക്കെ ആ പടത്തിൽ തന്നെ കണ്ട് ആസ്വദിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡ്രാഗൺ കിങ്ങിന്റെ മൂത്ത സഹോദരി തന്റെ നഖങ്ങൾ ഉപയോഗിച്ച് പോർട്ടലുകൾ ഉണ്ടാക്കി അതുവഴി തന്റെ 2 സഹോദരങ്ങളെയും ഇതിലേക്ക് പുറത്തു കൊണ്ടുവന്ന് നേഷയെയും ആബോവിനെയും ആക്രമിക്കുന്നു. മോൺസ്റ്റർ ഹണ്ടർ ആണെങ്കിൽ നമ്മുടെ തായിനെ പിടിക്കാൻ നോക്കുന്നു. ഇങ്ങനെ പോയാൽ നമ്മൾ തോക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ് നേഷയും ആബോവിയും അവരുടെ ഐക്കോണിക് ടെക്നിക്കായിട്ടുള്ള തീയും വെള്ളവും കൂട്ടിമുട്ടിച്ച് പുകയുണ്ടാക്കി അതിനുള്ളിൽ തങ്ങളുടെ രൂപങ്ങൾ പരസ്പരം മാറ്റി ശത്രുക്കളെ പരിച്ച് ആക്രമിക്കുന്ന രീതി പുറത്തെടുക്കുന്നു. ഈ സമയം യൂസോ എന്തോ മന്ത്രം ചൊല്ലി ആ ഡ്രാഗൺ പാരസിന് ചുറ്റും മന്ത്രമരുന്നുകൾ ഉണ്ടാക്കുവാൻ വേണ്ടി സഹായിക്കുന്ന നരകത്തിലെ തീ കൊണ്ടുവരുന്നു. അതുകൊള്ളാം, അഗ്നിപർവ്വതത്തിലെ ലാവയ്ക്കുള്ളിൽ നീന്തി കുളിച്ച് മുങ്ങാങ്കുഴി ഇടുന്നവരാ നമ്മൾ. ആ നമ്മളെയാണോ ഇവർ തീ കാണിച്ച് പേടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് കൈ നീട്ടിയതേ ഉള്ളൂ, ആ കൈ അങ്ങ് കരിഞ്ഞു പോകുന്നു. അങ്ങനെ ഡ്രാഗൺസിനെല്ലാം തോപ്പിച്ച് നേഷയും ആവോബിയും യൂസോനെ ആക്രമിക്കാൻ വേണ്ടി വന്നതും യൂസോ ഒരു മന്ത്രം ചൊല്ലിയതും അവരുടെ ശരീരത്തിനുള്ളിൽ നിന്നും സൂചി തുളച്ച് പുറത്തു വന്ന് അവർ കനങ്ങാൻ പോലും പറ്റാത്ത രീതിയിലായി പോകുന്നു. ശരിക്കും യൂസോയ്ക്ക് നേഷ ഒരു ഡീമൺ ആണെന്നുള്ള കാര്യം നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യാനുള്ള ഒരു മാജിക്കൽ സ്പെല്ല് യൂസോ നേരത്തെ തന്നെ നേഷയിൽ ചെയ്തത്. അതുപോലെ നേഷയിൽ അളവില്ലാത്തത്ര ശക്തികളുണ്ട് എന്നും അതുപയോഗിച്ച് വേണം ഡ്രാഗൺ കിങ്ങിനെ കീഴ്പ്പെടുത്തേണ്ടതെന്നും യൂസോയ്ക്ക് അറിയാവുന്നത് കൊണ്ടാണ് നേഷയെ നേരത്തെ ഒന്നും ചെയ്യാതിരുന്നത്. അങ്ങനെ യൂസോ നേഷയുടെ അച്ഛനും അമ്മേനെയും നേഷേനെയും ആവോബിനെയും ആ ജാടിക്കുള്ളിലാക്കുന്നു. അതിന്റെ ഉള്ളിലെ മോൺസ്റ്റേഴ്സ് ആണെങ്കിൽ ഓരോന്നായി മരുന്നുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ തങ്ങളുടെ ഉള്ളിലുള്ള ഉൾശക്തിയെ പുറത്തു കൊണ്ടുവന്ന് ആ ഒരു തീയോട് പ്രതിരോധിച്ച് നിൽക്കുകയാണ്. എന്നാൽ അതിൽ ഏറ്റവും വീക്ക് അത് നേഷയുടെ അമ്മയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അധിക നേരം പിടിച്ചു നിൽക്കാതെ മയങ്ങി നിലത്ത് വീഴുന്നു. മോനെ നേഷ, നീ പേടിക്കണ്ട, നിനക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് താൻ മരിക്കുമെന്ന് അറിഞ്ഞിട്ട് പോലും അവൾ ദുഃഖിക്കുന്നത് പോലും നേഷയെ ഓർത്തിട്ടാണ്. നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട, കാരണം ഈ നരകത്തിന്റെ തീയും നേഷയുടെ ഉള്ളിലെ തീയുടെ ശക്തിയും ഏകദേശം ഒരുപോലെയാണ്. അതുകൊണ്ട് ഈ നരകത്തിന്റെ തീക്ക് നേഷയെ ഒന്നും ചെയ്യാൻ കഴിയില്ല, നേഷയുടെ ജീവന് ഒരു ആപത്തും വരില്ല എന്ന് പറഞ്ഞ് ഡ്രാഗൺ കിങ് ആശ്വസിപ്പിക്കുന്നു. ഇതെനിക്ക് നേരത്തെ അറിയാം, അതുകൊണ്ടാണല്ലോ അവന്റെ ശക്തി കുറയ്ക്കാനുള്ള ഈ ഒരു മരുന്നുമായിട്ട് ഞാൻ വന്നത്. നേഷ, നീ ഈ മരുന്ന് കഴിക്കുവാണെങ്കിൽ നിന്റെ അമ്മയും അച്ഛനെ ഞാൻ വെറുതെ വിട്ടോളാം. തന്റെ അമ്മയും അച്ഛനെയും എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ള ചിന്തയോടെ അവൻ ആ മരുന്നെടുത്ത് വായിലിടാൻ വേണ്ടി വന്നതും അമ്മ അത് ചാടിപ്പിടിച്ച് ലാവയിലേക്ക് എറിഞ്ഞു കളഞ്ഞതും ആ മരുന്ന് നശിച്ചു പോകുന്നു. നീയൊക്കെ ഒരു ദൈവമാണോ? കുട്ടികളോടാണോ വില പേശുന്നത്? എന്തൊക്കെ സംഭവിച്ചാലും ശരി, എന്റെ മകന് ഇനിയൊരു തെറ്റ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ അതിന് ഉത്തരവാദിയായിരിക്കില്ല എന്ന് പറഞ്ഞ് യൂസോ അവിടെ നിന്നും പോകുന്നു. ഇപ്പോൾ നേഷയുടെ അമ്മയ്ക്ക് താൻ മരിക്കുമെന്നുള്ള കാര്യം ഉറപ്പായി. അതുകൊണ്ട് അവന്റെ ദേഹത്ത് ഒരുപാട് മുള്ളുകൾ ഉണ്ടായിട്ടും അവസാനമായിട്ട് തന്റെ മകനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ വേണ്ടി അവൾ ശ്രമിക്കുകയാണ്. മോനെ നേഷ, ഞാൻ നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ? അമ്മ, അങ്ങനെ ഒന്നും ചെയ്യല്ലേ അമ്മ, അമ്മയ്ക്ക് വേദനിക്കും. സാരമില്ല മോനെ, എനിക്കിനി നിന്നെ ഇതുപോലെ കെട്ടിപ്പിടിക്കാൻ കഴിയില്ല, അതുകൊണ്ട് എത്ര വേദന ഉണ്ടെങ്കിലും ഞാൻ സഹിക്കും എന്ന് പറഞ്ഞ് നേഷയുടെ അമ്മയും കരയാണ്. തൻ്റെ തൊട്ടടുത്തുണ്ടായിട്ടും അമ്മേനെ അവസാനമായിട്ടൊന്നും കെട്ടിപ്പിടിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് നേഷയും പൊട്ടി പൊട്ടി കരയാണ്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞതും നേഷയുടെ അമ്മയുടെ ശരീരം നശിച്ചുപോയി അവളൊരു മുത്തുപോലെയായി മാറുന്നു. അങ്ങനെ ഇത്ര നേരം ഒന്നും ചെയ്യാണ്ടിരുന്ന നേഷ അടുക്കാൻ പറ്റാത്ത കോപത്തോടെ ശരീരം ചലിപ്പിച്ച് ആ സ്പെല്ലിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിക്കുന്നു. നേഷ അങ്ങനെ കാണിക്കരുത്, അങ്ങനെ കാണിച്ചാൽ ആ സൂചികൾ നിന്റെ ശരീരത്തെ കഷ്ണം കഷ്ണാക്കി മുറിച്ചിടും. എന്നാൽ നേഷ അതൊന്നും കേൾക്കാതെ അവന്റെ മുഴുവൻ ശക്തിയും പുറത്തെടുത്ത് തന്റെ ശരീരം ചലിപ്പിച്ചതും ആ മുള്ളുകൾ അവന്റെ ശരീരത്തെ കഷ്ണം കഷ്ണാക്കി മുറിച്ചിടുന്നു. അങ്ങനെ നേഷ മരിച്ചുപോയെന്ന് എല്ലാവരും വിചാരിച്ചു. എന്നാൽ നേഷയുടെ മനുഷ്യരൂപം മാത്രമായിരുന്നു പോയത്. എന്നാൽ അവന് മറ്റൊരു രൂപമുണ്ടായിരുന്നു, അതാണ് അവന്റെ ഡീമൺ ഫോം. അങ്ങനെ മനുഷ്യ ശരീരം നശിച്ചുപോയ നേഷ തന്റെ യഥാർത്ഥ രൂപമായിട്ടുള്ള ഡീമൺ ഫോമിലേക്ക് മാറുന്നു. എന്നിട്ട് മുത്തുപോലെ ആയി മാറിയ തന്റെ അമ്മയുടെ ആത്മാവിനെ തന്റെ അച്ഛന്റെ കൈകളിൽ ഏൽപ്പിച്ച് ആവോബിയുടെ അടുത്ത് നിന്ന് അവനെ തൊട്ടതും ആവോബിയുടെ ദേഹത്തുണ്ടായിരുന്ന സൂചികൾ അപ്രത്യക്ഷമാകുന്നു. എന്നിട്ട് വാ സുഹൃത്തെ, നമുക്ക് ഒരുമിച്ച് ഇത് അവസാനിപ്പിക്കാം. എന്നിട്ട് രണ്ടുപേരും കൂടിയിട്ട് ആ മന്ത്രജാടിയുടെ മൂടി തുറക്കുവാൻ ശ്രമിക്കുന്നു. ഇതറിഞ്ഞ യൂസോയാണെങ്കിൽ തന്റെ സൈന്യത്തെ മുഴുവനായിട്ടും കൊണ്ടുവന്ന് മൂടി തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ബലം കൊടുക്കുന്നു. ഇതുകൊണ്ട് അവിടെയുള്ള മറ്റ് ഡ്രാഗൺസും മോൺസ്റ്റേഴ്സ് ഒക്കെ വെറുതെ ഇരിക്കുമോ? അവരും നേഷയ്ക്കൊപ്പം കൂടി തങ്ങളുടെ പരമാവധി ശക്തിയും ഉപയോഗിച്ച് നേഷയെ സഹായിക്കുന്നു. അങ്ങനെ നേഷ തന്റെ 6 കൈകളും പുറത്തു കൊണ്ടുവന്ന് ഒരൊറ്റ തള്ളു തള്ളിയതും അതിന്റെ മൂടി പൊട്ടി തകർന്ന് എല്ലാവരും പുറത്തു വരുന്നു. ജാഡിക്കിൽ നിന്ന് പുറത്തു വന്ന മോൺസ്റ്റേഴ്സിന്റെ ആർമിയും യൂസോയുടെ ആർമിയും തമ്മിൽ യുദ്ധം ചെയ്യുന്നു. ഇങ്ങനെ പോയാൽ ശരിയാവില്ലെന്ന് പറഞ്ഞ് യൂസോ തന്റെ യഥാർത്ഥ രൂപം പുറത്തെടുക്കുന്നു. ഡ്രാഗൺ കിങ് ആണെങ്കിൽ തന്റെ മുഴുവൻ പവറും പുറത്തെടുത്ത് മോൺസ്റ്റർ ഹണ്ടറിന് നേരെ അയച്ചതും അവരുടെ യഥാർത്ഥ രൂപം പുറത്തു വരുന്നു. ശരിക്കും ഇവര് മോൺസ്റ്റേഴ്സ് ആയിരുന്നു. യൂസോ ആണെങ്കിൽ മോൺസ്റ്റേഴ്സിനൊക്കെ കൂടെ നിർത്തി മറ്റു ദൈവങ്ങളെ ഇവര് ദൈവങ്ങളാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. അങ്ങനെ നേഷയും ആവോബിയും യൂസോയുടെ നേരെ വന്നതും യൂസോ ഒരു വലിയ മരം കൊണ്ടുള്ള ഒരു മോൺസ്റ്റർ രൂപത്തിൽ വന്ന് അവരെ രണ്ടുപേരെ ഒരുമിച്ച് അതിന്റെ ഉള്ളിലാക്കുന്നു. എന്നാൽ നേഷയും ആവോബിയും ഒന്നിച്ചാൽ അവരുടെ ശക്തിക്ക് മുന്നിൽ ഒരു യൂസോയ്ക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇന്ന് നിന്റെ അന്ത്യം എന്റെ കൈകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് നേഷ യൂസോയുടെ മുഖത്ത് നോക്കിയിടിക്കുന്നു. ഇടിച്ചിടിച്ചിടിച്ച് അവന്റെ മുഖത്തിന്റെ ഊപ്പാട് തീർക്കും. ആവോബി ആണെങ്കിൽ അവന്റെ ദേഹത്തുണ്ടായിരുന്ന വേര്, ആ വേരോടുകൂടി അവനെ പിഴുതു വലിച്ചെറിയുന്നു. നമ്മുടെ യൂസോയുടെ മുഖമാണെങ്കിൽ ഇടികൊണ്ട് വീങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. നേഷയാണെങ്കിൽ അവസാനത്തെ ഒരു ഇടിയോടുകൂടി അവന്റെ കഥ കഴിച്ചേക്കാമെന്ന് പറഞ്ഞു വന്നതും ഡ്രാഗൺ കിങ്ങിന്റെ സഹോദരി വന്നിട്ട് പോർട്ടൽ ഉണ്ടാക്കി രക്ഷിക്കുന്നു. ഇനിയും ഇവിടെ നിന്ന് ശരിയാവില്ലെന്ന് മനസ്സിലാക്കി യൂസോയുടെ സൈന്യം യുദ്ധം അവസാനിപ്പിച്ച് തിരിച്ചു പോകുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവസാനം ഡ്രാഗൺ കിങ് തന്റെയും തന്റെ മകന്റെ ജീവനെ രക്ഷിച്ചതിന് നേഷയോട് നന്ദി പറയുന്നു. അപ്പോൾ ആവോബി, നീ എന്തിനാ ഇനിയും ഇവിടെ നിൽക്കുന്നത്? ഇനിയും നിന്നെ ആ ദൈവങ്ങൾ തേടി വരും, അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിനക്ക് വന്നൂടെ? ഇല്ല, ഈ പുറലോകം എങ്ങനെയാണെന്നോ
ആണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് എനിക്ക് ഇനിയും പോരാടേണ്ടി വരും. അതുകൊണ്ട് ഒളിച്ചു നടന്നിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞതും അത് ശരിയാണ്, നേഷ പറഞ്ഞത് ശരിയാണ്, നീയും ഇനി ആരെയും കണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ രണ്ടുപേരും ഇനിയും ഒരുമിച്ച് തന്നെ നിൽക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾ വരും എന്ന് പറഞ്ഞ് ഡ്രാഗൺ കിങ്ങും മറ്റു ഡ്രാഗൺസും അവിടെ നിന്നും പോകുന്നു. ഇതോടെ നേഷ 2 മൂവി അവസാനിക്കുകയാണ്. എന്നാൽ ഇതിലൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട്. അതിൽ യൂസോ ഷെന്നിനെയും അവന്റെ അച്ഛനെയും പിടിച്ചു വെച്ചിരിക്കുന്നു. അങ്ങനെ നേഷ പാർട്ട് 3 എന്തോ വലിയൊരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പാർട്ട് 3 എന്തോ ഒരു വലിയ കാര്യം നടക്കാൻ പോകുന്നുള്ള കാര്യം ഉറപ്പാണ്.